ഗസയിൽ ഇസ്രായേൽ നടത്തിയ അധിനിവേശവും വംശഹത്യയും എത്രമാത്രം ക്രൂരമായിരുന്നു എന്നതിൻ്റെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അൽ ജസീറ ടെലിവിഷൻ ചാനൽ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിലുള്ളത് അതിക്രൂരമായ വംശഹത്യയാണ് ഗസയിൽ ഇസ്രായേൽ നടത്തിയത് എന്നതാണ്. അഥവാ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നിരോധിത ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ അധിനിവേശമാണ് അവിടെ നടത്തിയത്. വംശഹത്യയാണ് ഗസയിൽ നടത്തിയത്. അതിൻ്റെ അന്വേഷണാത്മക റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 10,000-കണക്കിന് കൊച്ചുകുട്ടികളെ അടക്കം കൊലപ്പെടുത്തിയ സ്ത്രീകളെയും കുട്ടികളെയും ക്രൂരമായി കൊന്നുകളഞ്ഞ വലിയ വംശഹത്യയാണ് ഇസ്രായേൽ ഗസയിൽ നടത്തിയത്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രതിഷേധങ്ങളും അന്താരാഷ്ട്ര കോടതിയുടെ കുറ്റവിചാരണമടക്കമുള്ള കാര്യങ്ങളും ബെഞ്ചമിൻ നെതന്യാഹുവിനെ യുദ്ധക്കുറ്റവാളിയായി കാണുകയും അതിനെതിരെയുള്ള നടപടികളും ഉണ്ടായിട്ട് പോലും ഈ ഒരു വംശഹത്യയിൽ നിന്നും അവർ പിന്നോട്ട് പോയിട്ടില്ല. അന്താരാഷ്ട്ര തലത്തിൽ നടപടികൾ ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മനുഷ്യരെ ബാഷ്പീകരിച്ച് ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ആയുധങ്ങളാണ് ഉപയോഗിച്ചത്. സത്യം പറഞ്ഞാൽ 3000 ഡിഗ്രി സെൽഷ്യസ് ചൂടിലൂടെ നിക്ഷേപിക്കുന്ന ആയുധങ്ങൾ മനുഷ്യരെ അവിടെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി കളയുന്ന അസ്ഥി പോലും ലഭിക്കാത്ത രീതിയിലുള്ള അത്തരം ആയുധങ്ങളാണ് ഉപയോഗിച്ചത്. അതിൻ്റെ റിപ്പോർട്ടുകളെ പറ്റി നമുക്ക് നോക്കാം. 3500 ഡിഗ്രി സെൽഷ്യസിലേറെ താപനില സൃഷ്ടിക്കാൻ കഴിവുള്ള ഈ ആയുധങ്ങൾ ഒരു പ്രദേശത്ത് പതിക്കുന്നതിലൂടെ അവിടെയുള്ളവരെല്ലാം ആവി പോകുന്ന പ്രതിഭാസമാണ് സൃഷ്ടിക്കപ്പെടുക. അൽ ജസീറ അറബിക് അന്വേഷണമായ ദി റെസ്റ്റ് ഓഫ് ദി സ്റ്റോറി പ്രകാരം 2023 ഒക്ടോബറിൽ ഗസയിൽ വംശഹത്യ ആരംഭിച്ചതിനു ശേഷം 2842 ഫലസ്തീനികളെയാണ് ഇത്തരത്തിൽ അപ്രത്യക്ഷരായത്. അതാണ് ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അഥവാ ആളുകളിലേക്ക് വർഷിക്കുന്ന ഈ ബോംബ് വർഷം നടത്തിയതിനു ശേഷം മനുഷ്യരുടെ ശേഷിപ്പ് പോലും അവിടെ ഉണ്ടാവാത്ത രീതിയിലുള്ള അതിനൂതനമായ ആയുധങ്ങൾ. 3600 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഒരിക്കലും താങ്ങാൻ കഴിയാത്ത, അവൻ്റെ എല്ല് പോലും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുന്ന രീതിയിലുള്ള ആയുധങ്ങളാണ്. ഇനിയുമുണ്ട് ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ. ഇസ്രായേലി യുദ്ധോപകരണങ്ങളിലെ പ്രത്യേക രാസഘടനകൾ നിമിഷങ്ങൾക്കുള്ളിൽ മനുഷ്യ ശരീരങ്ങളെ ചാരമാക്കി മാറ്റുന്നതും പൂർണ്ണമായും മായ്ക്കപ്പെടുന്നതും എങ്ങനെയാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. തെർബോമാറിക് ആയുധങ്ങൾ ആളുകളെ കൊല്ലുക മാത്രമല്ല, പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്നതിനായി കഴിയുമെന്ന് റഷ്യൻ സൈനിക വിദഗ്ധനായ വാസിലി ഫാറ്റിഗൊറോവ് പറഞ്ഞിട്ടുണ്ട്. പരമ്പരാഗത സ്ഫോടക വസ്തുക്കളിൽ നിന്നും വ്യത്യസ്തമാണ് ഈ ആയുധങ്ങളുടെ പ്രഹരശേഷി. കത്തുന്ന സമയം ദീർഘിപ്പിക്കാൻ അലൂമിനിയം, മഗ്നീഷ്യം, ടൈറ്റാനിയം എന്നിവ പൊടികൾ രാസമിശ്രിതത്തിൽ ചേർത്തുകൊണ്ടാണ് ഇത് നടത്തുന്നത്. ഇത് സ്ഫോടനത്തിൻ്റെ താപനില 2500 മുതൽ 3000 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർത്തുന്നു. അമേരിക്കൻ ഐക്യനാടുകളിൽ നിർമ്മിച്ച MK-84 പോലെയുള്ള ബോംബുകളിൽ ഉപയോഗിക്കുന്ന TNT, അലുമിനിയം പൊടി എന്നിവയുടെ മിശ്രിതമായ ട്രൈബോണേറ്റ് ആണ് തീവ്രമായ ചൂട് സൃഷ്ടിക്കുന്നതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതേ ആയുധങ്ങളാണ് ഗസയിലെ ആയിരങ്ങളെ തുടച്ചു നീക്കാൻ ഇസ്രായേൽ ഉപയോഗിച്ചത്. വളരെ ഞെട്ടിപ്പിക്കുന്ന, അതിനേക്കാൾ വേദനാജനകമായ ഒരു റിപ്പോർട്ടാണിത്. അമേരിക്കയുടെയും യൂറോപ്യൻ ശക്തികളുടെയും പിന്തുണയോടെ ഇസ്രായേൽ നടത്തിയ ഈ ക്രൂരമായ അധിനിവേശത്തിൽ അവർ ഏറ്റവും നൂതനമായ രാസായുധ മിശ്രിതം നടത്തിയിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള അധിനിവേശമാണ് നടത്തിയത്. വംശഹത്യയാണ് നടത്തിയത്. 2500 മുതൽ 3500 വരെ ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ മനുഷ്യരെ എല്ലുപോലും ഭസ്മമാക്കി കളയുന്ന രീതിയിലുള്ള ഈ ആയുധങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യരെ തന്നെ അവിടെ നിന്ന് കാണാതാവും. അങ്ങനെ ഒരാൾ അപ്രത്യക്ഷരായി എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിയുക. അവരുടേതായ ശേഷിപ്പുകളൊന്നും ബാക്കിയാക്കില്ല. സാധാരണഗതിയിലുള്ള ഒരു വെടിവെപ്പോ അല്ലെങ്കിൽ ബോംബാക്രമണമോ പോലെയുള്ള ആക്രമണമല്ല ഇത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടി ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ MK-84 ഹാമർ
ട്രെട്ടോണൽ നിറച്ച ഈ ബോംബ് മിസൈൽ 3500 സെൽഷ്യസ് വരെ ചൂട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മനുഷ്യരെ മാത്രമല്ല, വലിയ കെട്ടിടങ്ങളെ പോലും 100 കണക്കിന് മീറ്ററുകൾ അകലേക്ക് ചിതറിക്കാൻ ഈ ആയുധങ്ങൾക്ക് സാധിക്കും. 907 കിലോ പൗണ്ട് തൂക്കം വരുന്ന MK-84 മിസൈലുകൾ 3.84 മീറ്റർ ആണ് നീളം. മാർക്ക് 80 സീരീസിലെ ഏറ്റവും വലുതായ F-16, F-15 ജെറ്റുകളിൽ നിന്നും തൊടുത്തുവിടുന്നത്. ഒരിടത്ത് പതിച്ചാൽ അവിടെ 10 മുതൽ 15 മീറ്റർ വരെ ആഴമുണ്ടാക്കാൻ ഇവയ്ക്ക് സാധിക്കും. 2024 സെപ്റ്റംബർ 10 തെക്കൻ ഗസയിലെ ഖാൻ യൂണിസിലെ അൽമവാസി അഭയാർത്ഥി ക്യാമ്പിലടക്കം ഈ അതിഭീകര ആയുധം കൊണ്ടുള്ള ആക്രമണം ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. അഥവാ ഫലസ്തീനിലെ കേവലം ഈ ടെൻറ്റുകളിൽ താമസിക്കുന്ന, അല്ലെങ്കിൽ ഈ കുടിയിറക്കപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഷെൽട്ടറുകൾക്ക് മേലാണ് ഇത്രയും വലിയ ബോംബ് വർഷം, രാസായുധ പ്രയോഗം ഇസ്രായേൽ നടത്തിയത്. അഥവാ ഗസയിൽ ഒരു മനുഷ്യരും ബാക്കിയാവാതെ സമ്പൂർണമായിട്ടുള്ള നശീകരണമാണ് ഉദ്ദേശിച്ചത്. യുദ്ധത്തിൻ്റെ എല്ലാ ക്രൂരതകളും, ലോകം ഇന്ന് കണ്ട ചരിത്ര യുദ്ധങ്ങളിലെ എല്ലാ ക്രൂരതകളും അവലംബിക്കുന്നതായിരുന്നു ഇസ്രായേലിൻ്റെ ഗസ അധിനിവേശം എന്നുള്ളത്, ഫലസ്തീൻ വംശഹത്യ എന്നുള്ളത്. ഗസയിലുള്ള മനുഷ്യരെ മുഴുവൻ കൊന്നൊടുക്കുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്നുള്ളത്. ഇത്രയും വലിയ അതിനൂതനമായ ഈ ആയുധങ്ങൾ ഉപയോഗിച്ച, അന്താരാഷ്ട്ര തലത്തിൽ നിരോധിച്ച ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് പോലും ഇസ്രായേലിനെ ചോദ്യം ചെയ്യാനോ അവരെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താനോ അവർക്കെതിരായ നടപടികൾ സ്വീകരിക്കാനോ UN പോലെയുള്ള അന്താരാഷ്ട്ര ഏജൻസികൾക്ക് ഇപ്പോഴും കഴിയുന്നില്ല. ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവിട്ടിട്ടുള്ള യുദ്ധക്കുറ്റവാളിയും അദ്ദേഹത്തിനെതിരെയുള്ള വാറന്റും ഒക്കെ ഇരിക്കുമ്പോഴും അദ്ദേഹം അമേരിക്കയിലടക്കം സന്ദർശനം നടത്തുന്നു, വിവിധ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്നു. അഥവാ ഇതിനെയൊന്നും ഗൗനിക്കാതെ ലോക മനസാക്ഷിയെ മുഴുവൻ മരവിപ്പിക്കുന്ന അതിക്രൂരതയുടെ വക്താക്കൾ ഇന്ന് ലോകം കീഴടക്കി ലോകത്തിനു മുമ്പിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഈ പുതിയ കാലഘട്ടത്തിൽ ഇത്തരം അക്രമകാരികളെ കൈക്കുപിടിക്കാൻ പുതിയ ശക്തികൾ ആരെങ്കിലും ഉയർന്നു വരുമോ എന്നുള്ള ചോദ്യമാണ് ലോകം ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്.